ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഷങ്സുവിൻ്റെ എല്ലാ ഫ്രണ്ട്സും കൂടി ഷങ്സുവിനെ കോൾ ചെയ്യണത് വരെയാണ്. അപ്പോൾ അവൻ അവരുടെ അടുത്ത് വരാൻ പറ്റില്ല എന്ന് പറയും. ഷങ്സു ഉള്ള ബർത്ത്ഡേ പാർട്ടിയിലാണെങ്കിൽ അവിടെയുള്ള അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മിയയ്ക്ക് ഷങ്സുവിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഷങ്സുവിനെയും മിയേനെയും ഒന്നിച്ചാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളെല്ലാവരും എന്നാൽ പോവാം, നിങ്ങൾ രണ്ടുപേരും കൂടി സെലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഷങ്സുവിനെയും മിയേനെയും ഒന്നിച്ചാക്കിയിട്ട് അവരവിടെ നിന്ന് പോകാൻ നോക്കും. ആ സമയത്ത് ആ തല പൊട്ടിയ ഫ്രണ്ട് ഇതൊന്നും മനസ്സിലാവാതെ നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടാവും. അവൻ ഇക്കാര്യം മനസ്സിലാവില്ല. അങ്ങനെ എല്ലാവരും പിന്നെ സിനിമയ്ക്ക് തന്നെ പോവും. മിയയും ഷങ്സുവും ബാക്കിലായിരിക്കും നടന്നു വരുന്നുണ്ടാവുക. അപ്പോൾ മിയ, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, ഇപ്പം നീ അന്ന് കണ്ട ആ പെൺകുട്ടിയെ ലവ് ചെയ്യണ്ടോ എന്ന് ചോദിക്കും. ഷങ്സു പെട്ടെന്ന് തന്നെ ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ മിയ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് മനസ്സിലായല്ലേ ഞാൻ നിന്നെ ലവ് ചെയ്യണ്ടെന്ന്? ഇതിനു മുന്നേ ഞാൻ ചോദിച്ച സമയത്ത് നീ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഇപ്പം നീ പെട്ടെന്ന് തന്നെ പറഞ്ഞു. നീ എന്നെ റിജക്റ്റ് ചെയ്യാണല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ സോറി പറയും. മിയ അപ്പോൾ അവൻ്റെ അടുത്ത് പറയാം, അതൊന്നും കുഴപ്പമില്ല, ഇതെൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടെന്ന്. എനിക്കും നിനക്കൊരു ഗിഫ്റ്റ് തരാണ്ടെന്ന് മിയ ഷങ്സുവിൻ്റെ അടുത്ത് പറയും. ആ ലിന്നില്ലേ, അവൻ നീയുടെ ബോയ് ഫ്രണ്ട് ഒന്നല്ല, അവൻ വെറുതെ അവളുടെ പിന്നാലെ നടക്കുക. നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്, നീ പോയിട്ട് അവളുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും ഫ്രണ്ട്സ് ഇതാ നിനക്കൊരു കോൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഷങ്സുവിന് ഫോൺ കൊടുക്കുക. അത് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ അവൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. മിയയും അവൻ്റെ അടുത്ത് പോയിട്ട് വരാൻ പറയും. അവൻ പോകുമ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ടാവും. പക്ഷേ മിയ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ചു പോവും. അവൾ കരയണുണ്ടാവും. പക്ഷേ ഫ്രണ്ട്സ് അവളെ ആശ്വസിപ്പിക്കും. പിന്നീട് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും കരോക്കയ്ക്ക് പോവായിരിക്കും. അപ്പോഴാണ് ഏഞ്ചലിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക, റങ് പാർട്ടിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് അവൾ അപ്പോൾ നേരെ നീയുടെ അടുത്ത് പോയി പറയും, റങ് പാർട്ടിക്ക് വരുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. കുഴപ്പമൊന്നുമില്ല, അവളുടെ അടുത്ത് വരാൻ പറയുമെന്നും നീ പറയും. ഷങ്സു പിന്നീട് കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നീയുടെ കാര്യം തന്നെ ആലോചിച്ചിട്ടായിരിക്കും അവൻ വരുന്നുണ്ടാവുക. ലിൻ അവളുടെ കൈ പിടിച്ചു വരുന്നതൊക്കെ അവൻ ആലോചിക്കുന്നുണ്ടാവും. പിന്നെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നതൊക്കെ അവൻ ആലോചിക്കും. അവൻ എന്നിട്ട് ഡ്രൈവർ എടുത്ത് വേഗം വണ്ടി വിടാൻ പറയും. പിന്നെ കരോക്കെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഓരോ പാട്ടൊക്കെ പാടുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നീ ആണെങ്കിൽ അതിൻ്റെ ഇടയിലും ലിന്നിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ അങ്ങനെ അതൊക്കെ അയച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് അവൾ എന്താ ചെയ്യണമെന്ന് എത്തി നോക്കണമൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് അവിടേക്ക് റങ് വരിക. റങ് വന്നിട്ട് എല്ലാവരും സംസാരിക്കും. നീ അപ്പോൾ അവളെ മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കും. പക്ഷേ നീയുടെ അടുത്ത് വന്നിട്ട് അവൾ സംസാരിക്കും. നീ വർക്ക് ചെയ്യണ കമ്പനിത്തെ ഷെയറൊക്കെ വിറ്റെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യുക, ആ കമ്പനി ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൾ പറയുമ്പോൾ നീ പറയും, അതൊന്നും കുഴപ്പമില്ല, അതെങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. അവൾ എത്ര മോശം അവസ്ഥയിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമായിരിക്കുമ്പോൾ റങ്ങിന് അവളെടുത്ത് അസൂയ തോന്നും. പിന്നീട് ഏഞ്ചൽ പോയിട്ട് ഒരു കരോക്കെയൊക്കെ പാടാൻ വേണ്ടിയിട്ട് പോവായിരിക്കും. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ വരിക. അത് ഷങ്സു ആയിരിക്കും. ഷങ്സു നേരെ വന്ന് നീയെ തന്നെ നോക്കുന്നുണ്ടാവും. നീ അപ്പോൾ അവനെ മൈൻഡ് ചെയ്യാതെ പോലെ ഇരിക്കും. എന്നിട്ട് ഷങ്സു അവൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കും. റങ്ങാണെങ്കിൽ അവിടെ അവനെ നോക്കുന്നുണ്ടാവും. റങ്ങിനെ അവൻ ഒരു വട്ടം റിജക്റ്റ് ചെയ്തില്ലേ, അവൾക്കത് ആലോചിക്കുമ്പോൾ വിഷമമുണ്ടാവും. നീ ആണെങ്കിൽ ലിന്നിനെ ചേർത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കായിരിക്കും. അപ്പോൾ ഷങ്സു അവളുടെ ഓപ്പോസിറ്റ് ഇരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് പറയണേക്കും, നീയെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് അവളുടെ ബോയ് ഫ്രണ്ട്, അവർ രണ്ടുപേരും കാറിലിരുന്ന് കിസ് ചെയ്യണമെന്ന് ഞങ്ങൾ കണ്ടു എന്ന്. അത് കേൾക്കുമ്പോൾ ഷങ്സു എൻ്റെ അവസാനത്തെ പ്രതീക്ഷയും പോയോ എന്ന് വിചാരിക്കും. പക്ഷെ അവൻ എല്ലാം സക്സസ് ആവുമെന്നുള്ള വിചാരത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് കേൾക്കുമ്പോൾ അവന് വിഷമമായിട്ട് അവൻ പോയിട്ട് ഒരു പാട്ട് പാടും. അത് നീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും. അവൾ മുന്നേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഈ പാട്ടും പാടി ഒരുത്തൻ എന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓക്കെ പറയുന്നു. നീ ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും. അവൾ എന്നിട്ട് കുറേ നേരം അത് ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കും. ഷങ്സു ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കരയുണ്ടാവും. റങ്ങിനും സെയിം ഫീലിങ്സ് തന്നെ ആയിരിക്കും. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ ഷങ്സു പിന്നെയും വന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നീ ആണെങ്കിൽ അപ്പോൾ അവളുടെ ബാഗൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ പോവാണെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. ലേറ്റായി, ലിൻ എന്നെ വെയിറ്റ് ഉണ്ടാവും പറയും. അങ്ങനെ അവൾ പോണ സമയത്ത് ഷങ്സു അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അവൾ ലിഫ്റ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ഷങ്സു അവളുടെ അടുത്ത് എത്തും. നീ ആണെങ്കിൽ അവൻ്റെ അടുത്ത് നീ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഇപ്പോൾ പാടി പാട്ട് നിനക്ക് വേണ്ടി ഒന്നുകൂടി പാടി പ്രപ്പോസ് ചെയ്താൽ നീ എൻ്റെ ലവ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. നീ എന്തൊക്കെയാണ് പറയണമെന്ന് നീ ചോദിക്കുമ്പോൾ അവൻ പറയും, നീ എന്തിനാ എൻ്റെ അടുത്ത് നോണ പറഞ്ഞ് അന്ന് ലിന്നും നീയും ഡേറ്റ് ചെയ്യാണെന്ന്, അന്ന് ന്യൂ ഇയറിന് മീറ്റ് ചെയ്യും ഇപ്പോഴും പിന്നെ സ്കേറ്റിങ്ങിന് മീറ്റ് ചെയ്തപ്പോഴൊക്കെ നീ അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞെന്ന് പറയും. നീ അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ, ഇപ്പം ഞങ്ങൾ ഡേറ്റ് ചെയ്യുക, നീ എന്തായി പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വെയിറ്റ് ചെയ്തു, നിനക്ക് അതൊന്നും ആലോചിച്ചൊരു വിഷമമില്ലേന്ന് ഷങ്സു നീയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ റങ്ങിൻ്റെ അടുത്ത് നീയും റങ്ങും റിലേഷനിലാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തത്. അതിനുശേഷം കോളേജിലെല്ലാവരും ഞാൻ റങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പോഴാണ് ഞാൻ നിനക്ക് ആ മെസ്സേജ് അയച്ചത്. അപ്പം നീ അതിനൊരു റിപ്ലൈ തന്നില്ലല്ലോ. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ ലിഫ്റ്റ് കയറി അവിടെ നിന്ന് പോവും. ഷങ്സു ആണെങ്കിൽ ആ ലിഫ്റ്റിൽ കയറാൻ പറ്റാതെ അവളെ പിന്നാലെ ഓടുണ്ടാവും. അവളെക്കുറിച്ചുള്ള പഴയ മെമ്മറീസൊക്കെ അവന് വന്നുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ താഴെ എത്തി ഒരു ടാക്സി വിളിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ഷങ്സു അവിടെ എത്തി അവളുടെ കൈ മുറുക്കെ പിടിക്കും. നീ എന്താ ഈ പറയണത്? ഞാൻ നിൻ്റെ അടുത്ത് ഓരോ വട്ടം ഇഷ്ടമാണെന്ന് പറയാൻ വരുമ്പോഴും ആ ലിൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനായിട്ട് നീ ഡേറ്റ് ചെയ്യുകയാണെന്ന് പറയുക കാരണം കൊണ്ടല്ല ഞാൻ എൻ്റെ ഇഷ്ടം നിൻ്റെ അടുത്ത് തുറന്ന് പറയാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ നിൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നീയാ കാരണം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ നീയാണെന്നും പറഞ്ഞിട്ട് ഷങ്സു നീയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാവും. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഷാങ്ങായിൽ വന്ന് ജോലി ചെയ്തത്. നിൻ്റെ ബയോഡേറ്റ് ഞാൻ ഷാങ്ങായിത്തെ കമ്പനിയിൽ കൊടുത്തത് അതിന് വേണ്ടിയാണെന്നൊക്കെ അവൻ പറയും. നീ അന്ന് ഗ്രാജുവേഷൻ ഡേയുടെ തലേദിവസം പറഞ്ഞില്ലേ ഒരു വലിയ ഗ്രേപ്സ് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നെ തന്നെ ചൂസ് ചെയ്യുമെന്ന്. അത് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞെന്നാണ് വിചാരിച്ചെന്നൊക്കെ ഷങ്സു അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടാവും. നീക്കിതൊക്കെ കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരും. നീ അപ്പോൾ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അന്ന് ലിൻ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് നോണയൊക്കെ പറഞ്ഞത്. പക്ഷേ അന്ന് ഞങ്ങൾ ഡേറ്റ് ചെയ്യണില്ലെങ്കിൽ കൂടി നീ വേണോ ലിൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിൻ വേണമെന്ന് മാത്രമേ പറയുമായിരുന്നുള്ളൂ. അല്ല, അവനെനിക്ക് ചോയ്സ് അല്ല. നീ വേണോ അവൻ വേണമെന്നില്ല. അവനെ മാത്രം മതി. എനിക്ക് ലൈഫ് ലോങ് അവനെ മാത്രം മതി എന്ന് അവൾ പറയും. ഇതൊക്കെ ബാക്കിൽ നിന്ന് ഫ്രണ്ട്സും കേൾക്കുന്നുണ്ടാവും. റങ്ങും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അവൾ ദേഷ്യം വന്നിട്ട് അവൾ അവളുടെ പാട്ടിന് പോവും. ഷങ്സു അവിടെ നിന്ന് കരയുന്നുണ്ടാവും. ഷങ്സുവിനാണെങ്കിൽ ഇപ്പോൾ ഉത്തരത്തിലിരിക്കുന്ന കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു. നീ പിന്നീട് വിഷമിച്ചിട്ട് ഒരു പാർക്കിൽ പോയിരിക്കായിരിക്കും. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഒരു കാല് വരിക. അവൾ ആരാണെന്ന് നോക്കുമ്പോൾ അത് ലിന്നായിരിക്കും. എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വേഗം അവനെ ഹഗ് ചെയ്യും. അവൾ നല്ല വിഷമത്തിലാണെന്ന് അവന് മനസ്സിലാവും. പക്ഷെ അവനൊന്നും ചോദിക്കില്ല. അവരങ്ങനെ കുറേ നേരം ഹഗ് ചെയ്തിരിക്കുമ്പോൾ അവൻ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ അവളൊന്നുമില്ലെന്ന് പറയും. എന്നാൽ നമ്മുടെ ബാക്കിൽ 2 ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ഒരു ഹായ് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. നോക്കുമ്പോൾ പ്രൊഫസറും പ്രൊഫസറുടെ ഭർത്താവും അവിടെ ഉണ്ടാവും. ഇവർ ഹഗ് ചെയ്ത് നിൽക്കണ അത്രയും നേരം അവർ പിന്നിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീട് നീനെ ലിൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നീയും ലിന്നോടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൻ ചെയ്യാൻ പോണ പുതിയ റിസർച്ചിനെ കുറിച്ചൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അവളും ഷങ്സുവിൻ്റെ കാര്യം അവൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിക്കും. പക്ഷേ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിഷമിക്കുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ അവൾ ആകെ മൂഡ് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുക. അടുത്ത ദിവസം അവൾ ഓഫീസിൽ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിൻ അവളുടെ അടുത്തേക്ക് വരിക. അവളുടെ അടുത്ത് ക്ലോസ് ആയി നിന്ന് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവും. അപ്പോൾ ഫ്രണ്ട് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് നീയുടെ അടുത്ത് ചോദിക്കും. പിന്നീട് അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾക്കൊരു കോൾ വരിക. അത് അവളുടെ ആൻറ്റി ആയിരിക്കും. ആൻറ്റി ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കമ്പനിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.